ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. നമ്മൾ CSEB പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഏറെ ആശങ്കയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ബാധിക്കുക? അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം CSEBയുടെ എക്സാം മുന്നേ നടന്നത് 160 ചോദ്യങ്ങളിലായിട്ട് 80 മാർക്കിനായിരുന്നു. അതായത് നമുക്ക് 160 ചോദ്യങ്ങൾ, അര മാർക്ക് വീതമുള്ള 160 ചോദ്യങ്ങളാണ് നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. ഇപ്പം അതെന്താണ് ചുരുങ്ങി നമുക്ക് എന്താണ് 100 ചോദ്യങ്ങളായി. പക്ഷെ മാർക്ക് എന്താണ് അര മാർക്ക് എന്നുള്ളതെന്ന് മാറി 1 മാർക്കായിട്ടുണ്ട്. 160 ചോദ്യങ്ങളുണ്ട്. ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓരോ ചോദ്യത്തിനും അര മാർക്ക് വീതമായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷെ തെറ്റിയാലും നമുക്ക് എന്താണ് അര മാർക്ക് കുറയാണ്, അര മാർക്ക് നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണ്, 1 മാർക്കിന്റെയാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1 മാർക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ തെറ്റിയാലും നമുക്ക് എന്താണ് 1 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. ചോദ്യങ്ങളുടെ എണ്ണം 160 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് 100 ചോദ്യങ്ങളായിട്ട് കുറഞ്ഞു. പക്ഷെ നമുക്ക് പഠിക്കേണ്ട കണ്ടന്റ്സ് എന്താണ് സെയിം തന്നെയാണ്. പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല. CSEB എന്താണ് കറക്റ്റായിട്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും 20 മാർക്കിന് കാര്യങ്ങളുണ്ട്. 20 മാർക്കിന് നമുക്ക് അക്കൗണ്ടൻസിന്നും ബാങ്കിങ്ങൊന്നും, മറ്റേത് നമുക്ക് 50 മാർക്ക് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ഏരിയയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ ഒന്ന് 15 മാർക്ക്, കോർപ്പറേഷന് 15 മാർക്ക്, ബാങ്കിങ് 20, അതുപോലെ തന്നെ അക്കൗണ്ടിങ് 20. അപ്പോൾ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും കൂടുതൽ ഊന്നലോട് കൂടിയിട്ട് പഠിക്കണം. നമുക്കറിയാം ഈ BCom കോർപ്പറേഷൻ അല്ലാതെ HDCയും JDCയും ഒക്കെ എടുത്ത് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് സ്ട്രീമിൽ നിന്ന് HDC JDC ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഒക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ അക്കൗണ്ടിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നീട് ബാങ്കിങ് നോക്കണം. ബാങ്കിങ്ങിൽ മോഡേൺ ബാങ്കിങ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മളുടെ ഇംഗ്ലീഷ്, GK, മാത്സ് എന്നുള്ളത്. നമ്മൾ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ അധികം പറയാറുണ്ട്, പലരും ആദ്യം എഴുതുക എന്താണ് സബ്ജക്റ്റാണ്, ലാസ്റ്റാണ് ഇംഗ്ലീഷും GKയും, അതിൽ തന്നെ മാത്സിനും ലാസ്റ്റാണ് അവരെന്താണ് സമയം മാറ്റി വയ്ക്കുക. അങ്ങനെ ലാസ്റ്റ് സമയം മാറ്റി വയ്ക്കുമ്പോൾ നമുക്കറിയാം മുന്നേ നമുക്ക് 20 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. 10 മാർക്ക്, അതായത് അര മാർക്ക് വീതമുള്ള 20 ചോദ്യങ്ങൾ 10 മാർക്കിനായിരുന്നു മാത്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ് 10 ചോദ്യങ്ങൾ മാത്സിൽ നിന്ന് 1 മാർക്ക് വീതമുള്ള. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാത്സിൽ നിന്ന് അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയാവും. അത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനുള്ള സാധ്യതകൾ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മാത്സിൻ്റെ കാര്യം മാത്രമല്ല, ഇംഗ്ലീഷും GKയും അങ്ങനെ തന്നെയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ CSEB എക്സാം എഴുതുമ്പോൾ ഈ ഇംഗ്ലീഷ്, GK, മാത്സിൽ മാക്സിമം മാർക്ക് നേടാൻ അവർക്ക് കഴിയാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളുടെ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മൾ സബ്ജക്റ്റിനൊപ്പം തന്നെ ഇംഗ്ലീഷ്, GK, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കറിയാം സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കഴിഞ്ഞ റിസൾട്ടൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം 80ൽ എന്താണ് 63 ഒക്കെ നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമുക്ക് സബ്ജക്റ്റ് 50 മാർക്സിനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 30 മാർക്സ്, മുന്നത്തെ എക്സാമിനൊക്കെ 30 മാർക്സ് ഈ ഇംഗ്ലീഷ്, GK, മാത്സ് ആയിരുന്നു. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ്, GK, മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഈസി ആയിട്ട് നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്